ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ 1ാം ക്ലാസ്സിലെ യൂണിറ്റ് 3 ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഈ 3ാമത്തെ യൂണിറ്റായ മ്യാവ് എന്ന് പറയുന്ന യൂണിറ്റിലെ ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി, മീറ്റ് ദ ക്ലയൻറ്റ്സ് പെറ്റ്, ലെറ്റ് us കളർ ദ പാർട്സ് ഓഫ് ദ പെറ്റ് ആസ് ഡയറക്റ്റഡ്. അല്ലേ, ക്ലയൻസിൻ്റെ പെറ്റിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നിട്ടുള്ള ബ്രൗണ്, യെല്ലോ, വൈറ്റ് കളർ കൊടുത്തിട്ട് ആ പെറ്റിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലേ, ക്ലയൻറ്റിൻ്റെ പെറ്റാണിത്. വൈറ്റ് കളർ കൊടുക്കുക, ബ്രൗൺ ഉള്ളിടത്ത് ബ്രൗൺ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെറ്റിൻ്റെ മനോഹരമായിട്ടുള്ള പിക്ചർ കിട്ടും. ഇനി റൈറ്റ് അബൌട്ട് ദ പെറ്റ്, ആ പെറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ എഴുതാം നമുക്ക്? ചെവികളുണ്ട്, 2 ഹൈസ് ഉണ്ട് അല്ലേ, കണ്ണുകളുണ്ട്, ലോങ് ടെയിലുണ്ട്, വാലുണ്ട് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതാം. ആക്ടിവിറ്റി 2 എന്താ? ലെറ്റ് us sing a song about client's pet. I have a puppy, puppy's name is Sippy. I like my Sippy, Sippy loves me too. Now can you write a song about your pet or your toy? അല്ലേ, എങ്ങനെ ഒരു സോങ് നിങ്ങൾക്ക് നിങ്ങളെ പെറ്റിനെ കുറിച്ചോ ടോയിനെ കുറിച്ചോ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ നമുക്ക് എഴുതാം? നമുക്ക് എഴുതാം. ഐ ഹാവ് എ പപ്പി എന്നല്ലേ. ഐ ഹാവ് എ കിറ്റൺ, ഹെർ നെയിം ഈസ് കിറ്റി. ഐ ലൈക്ക് മൈ കിറ്റി, കിറ്റി ലവ്സ് മീ ടു. അല്ലേ, എനിക്കൊരു കിറ്റൺ ഉണ്ട്, അവളുടെ പേരെന്താ? കിറ്റി എന്നാണ്. എനിക്ക് കിറ്റിയെ ഇഷ്ടമാണ്, കിറ്റിക്ക് തിരിച്ച് എന്നെയും ഇഷ്ടമാണ്. പിന്നെ എങ്ങനെ എഴുതാം? ഐ ഹാവ് എ ടോയ്, ഇറ്റ് ഈസ് എ ബൈക്ക്. ഐ ലൈക്ക് മൈ ബൈക്ക്, ഐ പ്ലേ വിത്ത് മൈ ബൈക്ക്. എനിക്കൊരു ടോയ് ഉണ്ട്, അത് ബൈക്കാണ്, എനിക്ക് എൻ്റെ ബൈക്കിനെ ഇഷ്ടമാണ്. ഐ പ്ലേ വിത്ത് ബൈക്ക്. ആക്ടിവിറ്റി 3 എന്താണ്? ഹെയർ ഇറ്റ്സ് ഗോസ്. അല്ലേ, എന്താണ് കാണുന്നത് ഈ പിക്ചറിൽ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. കിക്ക് ദ ബാൾ അല്ലേ, കിറ്റ് ബോൾ തട്ടി കളിക്കുകയാണ് അല്ലേ. എന്താണ്? ക്ലയൻസും അവൻ്റെ പപ്പിയും കൂടെ ബോള് തട്ടി കളിക്കുകയാണ്. അപ്പോൾ വാട്ട് ഈസ് ക്ലയൻറ്റ് ഡൂയിങ്? ക്ലയൻറ്റ് എന്താ ചെയ്യുന്നത്? ഹീ ഈസ് പ്ലേയിങ് ഫുട്ബോൾ വിത്ത് ഹിസ് പപ്പി അല്ലേ. പപ്പിയുമായിട്ട് അവൻ എന്താ ചെയ്യുന്നത്? ഫുട്ബോൾ കളിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ, ആ പിക്ചറിലല്ലേ. പിന്നെ ആക്ടിവിറ്റി 4 എന്താ കൊടുത്തിട്ടുള്ളത്? അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലേ. പിക്ചറിൽ കണ്ടോ നിങ്ങൾ? എന്താ അവൻ ചെയ്തത്? അവന് കിക്ക് ചെയ്തു, ബോൾ കിക്ക് ചെയ്തു അല്ലേ. അപ്പോൾ പപ്പി എന്തോ ചെയ്യുന്നുണ്ട്, പപ്പി ജമ്പ് ചെയ്യുന്നുണ്ട് അല്ലേ, ബോളിൻ്റെ പിന്നാലെയായിട്ട്. അപ്പോൾ എന്താണ് നമുക്കിവിടെ ചോദ്യം തന്നിട്ടുള്ളത്? വാട്ട് ഈസ് പപ്പി ഡൂയിങ്? പപ്പി ബിഹൈൻഡ് ദ ബോൾ അല്ലേ. പപ്പി ബോളിൻ്റെ പിറകെ ചാടുകയാണ് ചെയ്യുന്നത് അല്ലേ. അവർ ഫുട്ബോൾ കളിക്കുമ്പോൾ എന്ത് ചെയ്തു? ക്ലയൻറ്റ് കിക്ക് ചെയ്തു ഫുട്ബോൾ അല്ലേ. ഇനി ആക്ടിവിറ്റി 5 എന്താണ്? അങ്ങനെ കിക്ക് ചെയ്തപ്പോൾ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അവിടെ അല്ലേ. അലമാരയിലുള്ള ബുക്കൊക്കെ താഴേക്ക് വീണിട്ടുണ്ട് അല്ലേ. എന്താണ് ഇവിടെ ഈ പിക്ചറിൽ കാണുന്നത്? അലമാരയിൽ ബുക്ക് അടുക്കി വെച്ച്. വാട്ട് ഹാപ്പൻ ടു ദ ബുക്സ്? ആ ബുക്സിന് എന്താ സംഭവിച്ചത്? ദ ബുക്സ് ഫെൽ ഡൗൺ. ബുക്കൊക്കെ താഴെ വീണു. ദ ബുക്സ് fell down. Activity 6 എന്താണ്? Can you match the pictures and the events? The event are given as stickers. അല്ലേ, ഇവിടെ ഓരോ സ്റ്റിക്കേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഫസ്റ്റ് എന്താണ്? ക്ലെയിം കിക്ക് ദ ബോൾ അല്ലേ, ബോള് കിക്ക് ചെയ്യാണ് ഫസ്റ്റ് പിക്ചറിൽ കാണുന്നത് അതല്ലേ. ക്ലിൻറ്റ് എന്താണ്? കിക്ക് ദ ബോൾ. സെക്കൻഡോ? ദ ബോൾ ഹിറ്റ് ഓൺ ദ ബുക്ക് ഷെൽഫ്. ബോൾ എങ്ങോട്ടാണ് പോയത്? ബുക്ക് ഷെൽഫിലുള്ള അങ്ങോട്ടാണ് പോയത് അല്ലേ. ബുക്ക് ഷെൽഫ് വെച്ചിട്ടുള്ള അവിടേക്കാണ് ബോൾ അടിച്ചത്. ലാസ്റ്റ് എന്താ സംഭവിച്ചത്? ദ ബുക്സ് ഫെൽ ഡൗൺ അല്ലേ. പിക്ചറിൽ എന്താ കാണുന്നത്? ബുക്കൊക്കെ താഴെ വീഴുന്ന ഈവൻസ് ആണ്. ആക്ടിവിറ്റി 7 എന്താണ്? ഒരുപാട് ബേഡ്സിൻ്റെ ആനിമൽസിൻ്റെ പിക്ചർ നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. കണ്ടില്ലേ മക്കളെ? നിങ്ങൾ ആ പിക്ചർ നന്നായിട്ടൊന്ന് നോക്കിക്കേ. കണ്ടില്ലേ ഏതൊക്കെ ആനിമൽസും ബേഡ്സൊക്കെയാണ് ഉള്ളത്? ഒരുപാട് ആനിമൽസും ബേഡ്സും ഉണ്ട് അല്ലേ. ഹൂ ജംപ്ഡ് ഔട്ട് ദ ബുക്സ്? ആരൊക്കെയാണ് ആ ബുക്ക് വീണപ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്? ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ് ദ നെയിംസ് ഇൻ ദ ബോക്സസ് അല്ലേ. ഈഗിൾ, ക്രോ, പാരറ്റ്, ഡക്ക്, മങ്കി, മൗസ്, റാബിറ്റ്, സീബ്ര, കാറ്റ് അല്ലേ. ഇവരൊക്കെ ആ ബുക്ക് താഴേക്ക് വീണപ്പോൾ ആ ബുക്കിൽ നിന്നും പുറത്തേക്ക് വന്നു അല്ലേ. ഈഗിൾ എന്താണ്? പരുന്ത്. ക്രൗ കാക്ക, പാരറ്റ് തത്ത, ഡക്ക് താറാവ്, മങ്കി കുരങ്ങൻ, മൗസ് എന്താണ്? എലി, റാബിറ്റ് മുയൽ, സീബ്ര കാറ്റ് എന്താണ്? പൂച്ച അല്ലേ. ആക്ടിവിറ്റി 8 എന്താണ്? ക്ലാസിഫൈ ദ ക്യാരക്ടേഴ്സ് ജംപ്ഡ് ഔട്ട് ദ ബുക്സ്
അല്ലേ, ആനിമൽസും ബേർഡ്സും ആയിട്ട് ആ ബുക്കിൽ നിന്ന് പുറത്ത് വന്ന് അതിനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആനിമൽസ് ഏതൊക്കെയാണ്, ബേർഡ്സ് ഏതൊക്കെയാണ്, ആനിമൽസ് ഏതൊക്കെയാണ്, മങ്കി, മൗസ്, റാബിറ്റ്, സീബ്ര, കാറ്റ്, ഇതൊക്കെ ആനിമൽസ് ആണ് അല്ലേ മക്കളെ. ബേർഡ്സ് ഏതൊക്കെയാണ്, ഈഗിൾ, ക്രൗ, പാരറ്റ്, ഡക്ക്, ഇതൊക്കെ ബേർഡ്സ് ആണ് അല്ലേ. ആ ബുക്കിൽ നിന്ന് പുറത്തേക്ക് വന്ന ആനിമൽസും ബേർഡ്സും ക്ലാസിഫൈ തരം തിരിച്ച് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണിത് കേട്ടോ. അപ്പോൾ ഇവിടെ ബേർഡ്സിന് ആനിമൽസിന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ആക്ടിവിറ്റി 9 എന്താണ് അല്ലേ, ആ ബുക്സിൽ നിന്നും ഒരുപാട് ആനിമൽസ് വന്ന് അല്ലേ. പിക്ചർ കണ്ടോ നിങ്ങൾ, എല്ലാവരും ഉണ്ടോ അതിൽ, നിങ്ങൾ ആരെങ്കിലും ഇതിൽ മിസ് ചെയ്യുന്നുണ്ടോ? നോക്കിക്കേ ആരൊക്കെ ഉണ്ട് ക്ലൈൻറ്റിൻ്റെ ഒപ്പം ഒന്ന്. മങ്കി ഉണ്ട്, മൗസ് ഉണ്ട് അല്ലേ. ക്ലൈൻറ്റ് ബ്രോട്ട് ദ ആനിമൽസ് ആൻഡ് ബേർഡ്സ് ബാക്ക് ടു ദ ബുക്സ് ബട്ട് വൺ വാസ് മിസ്സിങ് അല്ല. ആരാണ് മിസ്സിങ്? ഹു വാസ് മിസ്സിങ്? ദ ക്യാറ്റ് വാസ് മിസ്സിങ്. എല്ലാവരും ബാക്ക് എന്താണ് ബുക്കിലേക്ക് തിരിച്ച് കയറാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ ആരോ ഒരാൾ മിസ്സിങ് ഉണ്ട്. ആരാണ്? ദ ക്യാറ്റ് വാസ് മിസ്സിങ് അല്ല. ആക്ടിവിറ്റി 10 എന്താണ്, ഒരു ബുക്ക് ഉണ്ട് അല്ലേ. ബുക്കിൽ പിക്ചർ കാണുന്നുണ്ടോ നിങ്ങൾ? എന്താണ് അത്? കിച്ചനാണ് കാണുന്നത് അല്ലേ. കിച്ചൻ്റെ അവിടെ ആരോ ഒരാൾ നിൽക്കുന്നുണ്ട്. ആരാണ്? എ ക്യാറ്റ് വാസ് മിസ്സിങ്. ക്ലൈൻറ്റ് ലുക്ക്ഡ് എവ്രിവെയർ. ക്ലൈൻറ്റ് എല്ലായിടത്തും നോക്കി. വേർ ഡിഡ് ദ ക്യാറ്റ് ഗോ? എങ്ങോട്ടാണ് ക്യാറ്റ് പോയത്? ദ ക്യാറ്റ് വെൻറ്റ് ടു ദ കിച്ചൺ. കിച്ചണിലേക്കാണ് പോയത് അല്ലേ. ക്യാറ്റ് എങ്ങോട്ടാണ് പോയത്? വേർ ഡിഡ് ദ ക്യാറ്റ് ഗോ? ദ ക്യാറ്റ് വെൻറ്റ് ടു ദ കിച്ചൺ. ദ ക്യാറ്റ് വെൻറ്റ് ടു ദ കിച്ചൺ. ആക്ടിവിറ്റി 11 എന്താ? ലെറ്റ് us complete the conversation. സംഭാഷണം അല്ലേ. അമ്മയും മോനും തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സംഭാഷണം അല്ലേ. ക്ലൈൻറ്റ്, മാം ഡിഡ് യു സീ എ ക്യാറ്റ്? നീ ക്യാറ്റിനെ കണ്ടോ? അമ്മയോട് ചോദിക്കുകയാണ്. മദർ, വിച്ച് ക്യാറ്റ്? ഏത് ക്യാറ്റ്? ക്ലൈൻറ്റ് പറയാം, ദ ക്യാറ്റ് ജമ്പഡ് ദാറ്റ് ഔട്ട് ഓഫ് മൈ സ്റ്റോറി ബുക്ക്. എൻ്റെ സ്റ്റോറി ബുക്കിൽ നിന്നും പുറത്തേക്ക് വന്ന ക്യാറ്റ്. മദർ എന്താ പറഞ്ഞു? നോ, ഐ ഡിഡ്ന്റ് സീ ദാറ്റ് ക്യാറ്റ് അല്ലേ. ഞാൻ ആ ക്യാറ്റിനെ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.